എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ AC വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മുടെ ചാനലിൽ 2-3 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ ആളുകൾ ചോദിച്ചിട്ടുള്ള കുറച്ച് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ഒരു AC വാങ്ങാനൊരു ഷോപ്പിലേക്കോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ആളുകൾ ചോദിച്ച ഒരു കാര്യം, നമ്മുടെ റൂം 110 അല്ലെങ്കിൽ 120 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് എത്ര ടണ്ണ് കപ്പാസിറ്റിയുള്ള AC വാങ്ങണം എന്നതാണ്. അവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മളൊരു കണക്കിൽ പറയുമ്പോൾ അതായത് ഒരു 100 മുതൽ 130 സ്ക്വയർ ഫീറ്റ് വരെയൊക്കെയുള്ള ഒരു റൂമാണെങ്കിൽ അതിലേക്ക് 1 ടൺ AC അനുയോജ്യമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അവിടെ തന്നെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ റൂമിൻ്റെ നമ്മൾ സ്ക്വയർ ഫീറ്റ് കാണുമ്പോൾ നീളവും വീതിയാണ് നോക്കുന്നത്. അതേപോലെ തന്നെ റൂമിൻ്റെ ഉയരവും കൂടി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൂം അപ്സ്റ്റെയർ ആണോ ഗ്രൗണ്ട് ഫ്ലോർ ആണോ അത് നോക്കേണ്ടത്. ഇപ്പോൾ ഒരു ഫ്ലാറ്റൊക്കെ ആണെങ്കിലും ആ ഫ്ലാറ്റിലെ ഏത് ഫ്ലോറിലാണ് നമ്മൾ നോക്കണം. അതേപോലെ തന്നെ ആ റൂമിലേക്ക് സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നുണ്ടോ, അപ്പോൾ അവിടെ ചൂട് താരതമ്യേന കൂടുതലാവും. അപ്പോൾ അങ്ങനെയുള്ള റൂമൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ടണ്ണേജ് കുറച്ചും കൂടി കൂടുതലുള്ള ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു കൂളിംഗ് ലഭിക്കുള്ളൂ. അപ്പോൾ ഒരു സാധാരണ ഒരു റൂമാണ് ഗ്രൗണ്ട് ഫ്ലോർ റൂമൊക്കെ ആണെങ്കിൽ ഒരു 130 സ്ക്വയർ ഫീറ്റ് വരെയൊക്കെ ഉള്ളുവെങ്കിലും നോർമൽ ഹൈറ്റൊക്കെയാണ് റൂമിനുള്ളത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 1 ടൺ AC ഒക്കെ അനുയോജ്യമാണ്. അപ്പോൾ അതിനേക്കാളും വലിയ ഒരു റൂമാണ് അല്ലെങ്കിൽ ഇതേ റൂമിനെ ഇതേ സൈസിലുള്ള റൂമിനെ നമ്മൾ സ്റ്റെയറിലാണ് സൂര്യപ്രകാശം നല്ലവണ്ണം പതിക്കുന്ന റൂമൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ 1 ടൺ എന്നുള്ളത് മാറ്റിയിട്ട് ഒരു 1.5 ടൺ AC ആക്കവും കൂടുതൽ അനുയോജ്യമുള്ളത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ടണ്ണേജ് കണക്ക് കൂട്ടുന്നത്. നമ്മുടെ റൂമിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ വേണം എന്നുള്ളതാണ്. അതിൽ തന്നെ അതിലുള്ള വിൻഡോസും അതൊക്കെ നമ്മൾ നോക്കണം. അതൊക്കെ നോക്കിയിട്ടാണ് നമുക്കത് കൃത്യമായിട്ട് ടണ്ണേജ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ റൂമിൻ്റെ നീളവും വീതിയും ഹൈറ്റും ഏകദേശം നമുക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ. അതൊക്കെ നോക്കി അത് ഗ്രൗണ്ട് ഫ്ലോർ ആണോ, അതേമാതിരി തന്നെ അപ്സ്റ്റെയർ ആണോ, അതേപോലെ സൂര്യപ്രകാശം പതിക്കുന്ന റൂമാണോ, അതൊക്കെ നോക്കിയതിന് ശേഷം ഏകദേശം ഒരു അളവ് നോക്കിയാൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യനാണ് 3 സ്റ്റാർ AC വാങ്ങണോ 5 സ്റ്റാർ AC വാങ്ങണോ എന്നുള്ളത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ സ്റ്റാർ റേറ്റിംഗ് ഇടയ്ക്കിടയ്ക്ക് മാറാറുണ്ട്. ഇപ്പം നിലവിൽ 2025 വരെയാണ് സ്റ്റാർ റേറ്റിംഗ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പുതിയ മോഡലിലൊക്കെ 2026 വരുമ്പോൾ സ്റ്റാർ റേറ്റിംഗിൽ ചില മാറ്റങ്ങളുണ്ട്. അതിന് നമ്മൾ ISEER എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ഈ സ്റ്റാർ റേറ്റിംഗ് തീരുമാനിക്കുക. ISEER എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സീസണൽ എനർജി എഫിഷ്യൻസി റേഷ്യോ എന്നാണ്. ഈ ISEER റേറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ AC-യുടെ പ്രവർത്തനം, അത് സീസണലി, അത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ നോക്കി കുറേ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ റേറ്റിംഗ് തീരുമാനിക്കുക. അപ്പോൾ അത് റേറ്റിംഗ് തീരുമാനിച്ച് കഴിഞ്ഞപ്പോൾ 2 വർഷമൊക്കെ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എന്ത് ചെയ്യുക, ആ റേറ്റിംഗ് മാറ്റം വരുത്തുക. അപ്പോൾ നിലവിൽ 2025 വരെയുള്ള റേറ്റിങ്ങിലൊക്കെ ഈ ISEER വാല്യൂ എന്ന് പറയുന്നത് 5 ഒക്കെ ആണെങ്കിൽ നമ്മൾ 5 സ്റ്റാർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ പുതിയ റേറ്റിംഗ് വന്നപ്പോൾ 5.6 മുതലാണ് നമ്മൾ 5 സ്റ്റാർ റേറ്റിംഗിലേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ എന്തുണ്ടാവുക വെച്ചാൽ 2025 മോഡൽ AC ഒക്കെ ആണെങ്കിൽ അതിൽ 5 സ്റ്റാർ എന്ന കാറ്റഗറിയിൽ ഉണ്ടായിരുന്ന AC-കൾ 2026 പുതിയ ലാബിൽ വരുമ്പോൾ അത് 4 സ്റ്റാറിലേക്ക് താഴും. അതായത് 1 സ്റ്റാർ ലാബിൽ താഴേക്ക് പോവുകയാണ് ചെയ്യുക. ഏത് മുതൽ ഏത് വരെയാണ് അതിൻ്റെ വാലിഡിറ്റി എന്നുള്ളത് ആ സ്റ്റാർ ലേബലിൻ്റെ അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നോക്കണം. അപ്പോൾ നമ്മൾ 3 സ്റ്റാർ വാങ്ങണോ 5 സ്റ്റാർ വാങ്ങണോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഉപയോഗത്തിന് അനുസരിച്ചിട്ടാണ് നമ്മളത് തീരുമാനിക്കേണ്ടത്. ഉദാഹരണമായിട്ട് നമ്മൾ പെട്രോൾ വണ്ടിയും ഡീസൽ വണ്ടിയുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഓട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡീസൽ വണ്ടി വാങ്ങും. നമ്മൾ കുറച്ച് മാത്രം റണ്ണിങ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പെട്രോൾ വണ്ടി വാങ്ങാറുണ്ട്. അതേപോലെ തന്നെയാണ് AC-യുടെ കാര്യത്തിലും. ഇപ്പം നമ്മൾ നോർമലി ഒരു 4 മണിക്കൂറൊക്കെയാണ് ഉപയോഗിക്കാറുള്ളൂ. അതേപോലെ തന്നെ ഈ സീസൺ വരുമ്പോൾ, അതായത് ചൂട് കാലത്ത് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളൊരു 3 സ്റ്റാർ AC വാങ്ങിയാലും ധാരാളമാണ്. അതേസമയം നമ്മൾ രാത്രി ഫുൾ ടൈം വർക്ക് ചെയ്യിക്കാറുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ, മിക്കവാറും മാസങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ഓഫീസിലേക്ക് കാണും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അവിടെ 5 സ്റ്റാർ AC വാങ്ങാം. അതാണ് ഏറ്റവും അനുയോജ്യം. കാരണം 3 സ്റ്റാർ AC-യും 5 സ്റ്റാർ AC-യും തമ്മിൽ ഏകദേശം ഒരു 5000 രൂപയുടെ മുകളിൽ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളൊരു 3 സ്റ്റാർ വാങ്ങിയിട്ട് ഒരു 2-3 മണിക്കൂറൊക്കെയാണ് ദിവസം ഉപയോഗിക്കുന്നുള്ളൂ. അത് ഈ 2-3 മാസങ്ങളിൽ മാത്രമൊക്കെയാണ് ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ അവിടെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള 3 സ്റ്റാർ തന്നെയാണ്. കാരണം 5 സ്റ്റാറിന് അത്രയും ഒരു പൈസ മുടക്കേണ്ട ആവശ്യമില്ല.
പക്ഷേ എപ്പോഴും എനർജി എഫിഷ്യൻസി കൂടുതലുള്ളതിന് 5 സ്റ്റാർ ആണ്. അതുകൂടി ഒന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ നോക്കേണ്ടത് ടണ്ണേജ് ആണ്. ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ ഓൺലൈനിൽ വാങ്ങുമ്പോൾ 1 ടൺ എന്ന് പറയുമ്പോൾ ആ 1 ടൺ കപ്പാസിറ്റി ഉള്ളത് തന്നെയാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതിനായിട്ട് നമ്മൾ ഈ സ്റ്റാർ ലേബലിൻ്റെ സ്റ്റിക്കറിൻ്റെ മുകളിൽ കൂളിംഗ് കപ്പാസിറ്റി എഴുതിയിട്ടുണ്ടായിരിക്കും. കൂളിംഗ് കപ്പാസിറ്റി 100%, 50% അങ്ങനെ എഴുതിയിട്ടുണ്ടായിരിക്കും. അതിൽ നോക്കേണ്ട കാര്യം 100% ആണെങ്കിൽ ഏകദേശം ഒരു 1.5 ടൺ AC ഒക്കെ ആണെങ്കിൽ 5000 വാട്ട്സിന് മുകളിലായിരിക്കണം അതിൻ്റെ കൂളിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 5000-ന് താഴെയൊക്കെ കൂളിംഗ് കപ്പാസിറ്റി ആകുമ്പോൾ അത് പ്രോപ്പറായിട്ട് 1.5 ടൺ കിട്ടില്ല. അതേപോലെ തന്നെ നമ്മൾ 1 ടൺ എന്ന് പറയുമ്പോൾ ഒരു 3600 വാട്ട്സ് ആ റേഞ്ചിലൊക്കെ വരണം. ശരിക്കും പറഞ്ഞാൽ 3517 വാട്ട്സാണ് നമ്മൾ ശരിക്കും 1 ടൺ എന്ന് പറയാം. അപ്പോൾ 1.5 ടൺ എന്ന് പറയുമ്പോൾ 5200 സംതിങ് ആണ് വരിക. ഓക്കെ, അപ്പോൾ അതുകൂടി നമ്മൾ നോക്കുക കൂളിംഗ് കപ്പാസിറ്റി. അതായത് 1 ടൺ AC എന്ന് പറയുമ്പോൾ ഒരു 3500 അല്ലെങ്കിൽ 3600 വാട്ട്സൊക്കെ അതിൻ്റെ കൂളിംഗ് കപ്പാസിറ്റി വരണം. അതിനേക്കാളും താഴെ ഇപ്പോൾ 3000 വാട്ട്സൊക്കെ ഉള്ളു വിചാരിക്കാം കൂളിംഗ് കപ്പാസിറ്റി. അപ്പോൾ ശരിക്കും 1 ടൺ നമ്മൾ കൃത്യമായിട്ട് കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു AC നമ്മൾ റൂമിൽ കൊണ്ടുവച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ളൊരു കൂളിംഗ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ നോക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ വരുന്ന എല്ലാ AC-കളും ഇൻവെർട്ടർ AC ആണ്. അപ്പോൾ ഈ ഇൻവെർട്ടർ AC എന്ന് പറയുമ്പോൾ അതിൻ്റെ കംപ്രസർ വർക്ക് ചെയ്യാൻ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡിനാണ് മിക്കവാറും കംപ്ലൈൻറ്റ് വരാറുള്ളത്. അപ്പോൾ ആ ബോർഡ് നമ്മൾ സർവീസ് ചെയ്തിട്ട് പുതിയൊരു ബോർഡൊക്കെ വെക്കുക അല്ലെങ്കിൽ സർവീസ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പലപ്പോഴും സംഭവിക്കുക വെച്ചാൽ സർവീസ് ചെയ്യാൻ വേണ്ടി കൊടുത്താൽ ഒരു പുതിയ ബോർഡ് വരെ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ആ പുതിയ ബോർഡിനൊരു ഏകദേശം 7000, 8000 ആ റേഞ്ചിലൊക്കെ വില വരുന്നുണ്ട്. അതായത് AC-യുടെ നല്ല ശതമാനം വിലയും ആ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡിന് വരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് AC വാങ്ങുകയാണെങ്കിലും ഏത് കമ്പനിയുടെ വാങ്ങുകയാണെങ്കിലും അതിൻ്റെ വാറണ്ടി നമ്മൾ നോക്കണം. കംപ്രസറിൻ്റെ വാറണ്ടി നോക്കിയാൽ പോരാ. കംപ്രസറിന് മിക്കവാറും കമ്പനികൾ 10 വർഷം വാറണ്ടി കൊടുക്കാറുണ്ട്. കാരണം കംപ്രസറിന് വലിയ പ്രശ്നമൊന്നും വരാറില്ല. അതിൻ്റെ ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡിനാണ് കംപ്ലൈൻറ്റ് വരാറ്. അപ്പോൾ അത് മിനിമം ഒരു 5 വർഷമെങ്കിലും വാറണ്ടികൾ നമ്മൾ നോക്കിയെടുക്കുക. ഇപ്പോൾ പൊതുവേ എല്ലാ കമ്പനികളും 3 മുതൽ 5 വരെ കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് മാക്സിമം 5 വർഷമെങ്കിലും കിട്ടുന്ന കമ്പനികൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്യാവും ഏറ്റവും നല്ലത്. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കുക, ഈ ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മൾ AC വാങ്ങുന്ന സമയത്ത് ഇൻസ്റ്റാളേഷൻ ചാർജ് പറഞ്ഞിട്ടൊരു ചാർജ് വേറെ വരും. അതുകൂടി നമ്മൾ പരിഗണിക്കണം. കാരണം അത് ഏകദേശം ഒരു 1500-2000 രൂപയോളമൊക്കെ പല കമ്പനികളും പല രീതിയിൽ വാങ്ങുന്നുണ്ട്. അപ്പോൾ AC-യുടെ വില പറയുമ്പോൾ അതിൽ മിക്കവാറും പെടില്ല, അത് അഡീഷണൽ ആയിട്ട് വരും. അതേപോലെ തന്നെ നമ്മൾ ഏത് ടൈപ്പ് AC വാങ്ങുകയാണെങ്കിലും ഏത് സ്റ്റാർ റേറ്റിംഗിൽ വാങ്ങുകയാണെങ്കിലും നമ്മൾ ഒരു സ്റ്റെബിലൈസർ അതിൻ്റെ കൂടെ നിർബന്ധമായിട്ടും വെക്കണം. കാരണം നമ്മളിപ്പോൾ 30,000-ന് മുകളിൽ വില വരുന്ന ഒരു AC വാങ്ങുമ്പോൾ ഒരു 1500-2000 രൂപയുടെ ഒരു സ്റ്റെബിലൈസർ വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന AC-കളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞു ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ വോൾട്ടേജ് ഫ്ലക്ച്വേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡിന് കംപ്ലൈൻറ്റ് വരാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ടൈപ്പ് AC വാങ്ങുകയാണെങ്കിലും ഇപ്പോൾ കൂടുതലായിട്ടും ഇൻവെർട്ടർ ടൈപ്പ് AC ആണ് വരുന്നത്. അങ്ങനെ വരുന്ന AC-കളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റെബിലൈസർ നിർബന്ധമായിട്ടും ഉപയോഗിക്കണം. അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞു വന്നു വെച്ചാൽ, നമ്മൾ ഷോപ്പിൽ പോയിട്ട് AC വാങ്ങുന്ന സമയത്ത് ഒരു AC-യുടെ വില പറയുമ്പോൾ അവർ 35,000 രൂപയാണെന്ന് പറഞ്ഞു വിചാരിക്കുക. 35,000 രൂപയ്ക്ക് കൃത്യമായിട്ട് AC നമുക്ക് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അതായത് ഇൻസ്റ്റാളേഷന് വേറൊരു ഫീസ് വരും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളും വരും, ആക്സറീസൊക്കെ വരും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സ്റ്റെബിലൈസറൊക്കെ വാങ്ങണം. അപ്പോൾ ഒക്കെപ്പാടെ ഒരു 2-3000 രൂപ കൂടി നമ്മൾ അഡീഷണൽ ആയിട്ട് കാണേണ്ടി വരും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ AC വാങ്ങുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവർ പല കമ്പനികളെക്കുറിച്ച് നമ്മളോട് പറയും. അതായത് അവർക്ക് ഏറ്റവും ബെനിഫിറ്റ് ലഭിക്കുന്ന കമ്പനികളായിരിക്കും അവൾ കൂടുതൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ട് പോകാൻ നമുക്ക് ഇന്ന കമ്പനി, അപ്പോൾ നമുക്ക് അന്വേഷിച്ച് അറിയാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രദേശത്ത് സർവീസ് കൃത്യമായിട്ട് ലഭിക്കുന്ന ബ്രാൻഡ് ഏതൊക്കെയാണ് നോക്കുക. അപ്പോൾ അതൊക്കെ നോക്കി അതിൽ തന്നെ നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഒരു കമ്പനി നമ്മൾ പ്രിഫർ ചെയ്യാവും ഏറ്റവും നല്ലത്. ഞാൻ ഇന്ന ബ്രാൻഡ് വാങ്ങണമെന്ന് പറയണില്ല. കാരണം അങ്ങനെ ഒരു ബ്രാൻഡിൻ്റെ പേര് പറഞ്ഞാൽ കമൻറ്റ് വരും, എന്താണ് ഞാൻ ഇന്ന ബ്രാൻഡിന് വേണ്ടിയിട്ട് പരസ്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒന്നുമില്ല. നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള അത്യാവശ്യം നല്ല ബ്രാൻഡുകൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. നമ്മുടെ നാട്ടിലെ സർവീസ് കൂടി നോക്കിയിട്ട് ഇൻസ്റ്റാളേഷനൊക്കെ പെട്ടെന്ന് കിട്ടണം, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വാങ്ങാൻ ഏറ്റവും ബെറ്റർ. അതേപോലെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം, ഈ ഷോപ്പിലൊക്കെ പോയിട്ട് വാങ്ങുന്ന സമയത്ത് നമ്മൾ ഈ പരസ്യങ്ങൾ കണ്ടിട്ട് നമുക്കറിയാം നിത്യേന നമ്മുടെ പത്രത്തിലൊക്കെ ഒരു ഫുൾ പേജ് അല്ലെങ്കിൽ 2 പേജൊക്കെ പരസ്യമാണ്. ഓരോ ദിവസവും ഓരോ ഷോപ്പിൻ്റെ പരസ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള വലിയ ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അവരെപ്പോഴും റേറ്റ് പറയുക MRP ആണ്. MRP റേറ്റിൽ നിന്നാണ് അവർ പറയുക. അപ്പോൾ ഒരിക്കലും സാധാരണ ഒരു ഷോപ്പിലും MRP-യിലൊന്നും വിൽക്കാറില്ല. അപ്പോൾ MRP വലിയൊരു എമൗണ്ട് ആവും. അതിൽ നിന്ന് കുറച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അവർ തരുന്ന ഏറ്റവും മിനിമം റേറ്റ് എത്രയും ചോദിക്കുക. ആ റേറ്റിനേക്കാളും താഴെയായിരിക്കും ചിലപ്പോൾ നമ്മുടെ നാട്ടിലുള്ള നമ്മളെ അറിയുന്ന നമ്മുടെ നാട്ടിലുള്ള
ചെറിയ ഷോപ്പിൽ അതിലും കുറച്ച് വിലയ്ക്ക് കിട്ടാനുള്ള സാഹചര്യം ഉണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് പോയിട്ട് വലിയ ഷോപ്പിൽ പോയിട്ട് കെണിയിൽ പെട്ടുപോകരുത്. എന്ത് ചെയ്യുക, അവിടെ പോയി അന്വേഷിക്കുക. നമ്മൾ ബ്രാൻഡിൻ്റെ നമ്മളിപ്പോൾ ഒരു AC അഞ്ചാൽ AC ഏത് ബ്രാൻഡാണ്, അതിൻ്റെ മോഡൽ നമ്പർ ഉണ്ടാവും. ആ മോഡൽ നമ്പർ, അതിൻ്റെ സ്റ്റാർ റേറ്റിംഗ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ എളുപ്പമാണ്, മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്താൽ മതി, കാരണം ഒക്കെ അതിൻ്റെ മുകളിൽ സ്റ്റിക്കർ നോക്കി അറിയാൻ പറ്റും. അതിന് അവർക്ക് തരാവുന്ന ഏറ്റവും മിനിമം റേറ്റ് എത്രയും ചോദിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതേ മോഡൽ നമ്മുടെ നാട്ടിലുള്ള ചെറിയ ഷോപ്പിലുണ്ടോ നോക്കുക, അവിടെ അതിന് എത്ര വില നോക്കുക. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ചെറിയ ഷോപ്പിലൊക്കെ ആകുമ്പോൾ അവർ പരമാവധി നമുക്ക് റേറ്റ് കുറച്ചാണ് തരിക. കാരണം വലിയ ഷോപ്പിൽ പോയിട്ട്, എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, വലിയ ഷോപ്പിൽ പോയിട്ട് അവർ ഏറ്റവും ഡിസ്കൗണ്ടോ കുറച്ച് തരുന്ന റേറ്റിനേക്കാളും കുറവായിരിക്കും നമ്മുടെ നാട്ടിലുള്ള ചെറിയ കടകളുള്ളത്. അപ്പോൾ ഞാൻ വലിയ കടകളെ കുറ്റം പറയല്ല, നമ്മൾ വലിയ കടകളിൽ പോയിട്ട് വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ വാങ്ങാവുന്ന ഏറ്റവും ബെറ്റർ. കാരണം ഞാൻ എൻ്റെ പറയാൻ കാരണം വെച്ചാൽ, നമ്മുടെ അയൽവാസിക്ക് വേണ്ടി ഒരു TV വാങ്ങാൻ വേണ്ടി ഞങ്ങൾ വലിയൊരു ഷോപ്പിൽ, ഇന്നത്തെ ഈ കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഷോപ്പിലാണ് പോയിരുന്നത്. അതും ആ ഷോപ്പിൻ്റെ ഉദ്ഘാടന ദിവസമായിരുന്നു. അന്ന് കണ്ടമാനം ഓഫറായിരുന്നു, ക്യാഷ് ബാക്ക് ഓഫർ, പിന്നെ അവർ ലാഭം എടുക്കുന്നില്ല, അങ്ങനെ കുറേ ഓഫർ ഉണ്ടായിരുന്നു. ഒരു LGയുടെ TV ആണ് ഞാൻ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്, 43 ഇഞ്ചിൻ്റെ. ആ TVക്ക് അന്ന് അവർ പറഞ്ഞ റേറ്റ്, അവർ എല്ലാ ഡിസ്കൗണ്ടുകളും ക്യാഷ് ബാക്കും ഒക്കെ കുറച്ചിട്ട് അവർ പറഞ്ഞ റേറ്റ് 33,900 രൂപയായിരുന്നു. അതേ TV ഞങ്ങൾ അടുത്തുള്ള ഒരു ഷോപ്പിൽ, സാധാരണ ഒരു ഷോപ്പാണ്, നമ്മുടെ നാട്ടിലുള്ള ഒരാളുടെ ഷോപ്പാണ്, അവിടെ നിന്ന് 31,900 രൂപയ്ക്ക് വാങ്ങി. അതായത് 2,000 രൂപയെങ്കിലും ഡിസ്കൗണ്ട് കഴിച്ചാണ് കിട്ടിയത്. ആ വലിയ ഷോപ്പിൽ അവർ പറഞ്ഞ ഓഫർ നോക്കണം. ഒന്നത് അവർ അന്നത്തെ 24 അവർ സെയിലാണ്, ഉദ്ഘാടനം ആയതുകൊണ്ട് അന്ന് അവർ ഒരു ലാഭം എടുക്കണില്ല. ഓരോ പർച്ചേസിനും 10% ക്യാഷ് ബാക്ക്, ഇങ്ങനത്തെ എല്ലാ ഓഫറുകളും കഴിച്ചിട്ടുള്ള റേറ്റ് ആയിരുന്നു ആ റേറ്റ്. അതിനേക്കാളും 2,000 രൂപ കുറച്ചിട്ടാണ് നമ്മുടെ നാട്ടിലെ ഷോപ്പ്. അവിടെ ഒരു ഓഫറും അവർ പരസ്യം ചെയ്തിട്ടില്ല, നമ്മൾ പോയി സംസാരിച്ച് വന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് കടയിൽ പോയിട്ട് വാങ്ങുകയാണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് റേറ്റ് നോക്കുക. 2-3 കടകളിൽ പോയി അന്വേഷിച്ച് നോക്കിയതിന് ശേഷം മാത്രം AC വാങ്ങുക. അല്ലെങ്കിൽ ഏത് ഇലക്ട്രോണിക് ഉപകരണം നമ്മളങ്ങനെ വാങ്ങാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചൂട് ഇങ്ങനെ ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ തന്നെ ഇപ്പോൾ 41 ഡിഗ്രിയുടെ അവിടേക്കുള്ള ചൂട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. ഷോപ്പിലൊക്കെ ഭയങ്കര തിരക്കാണ്. കാരണം AC ഇൻസ്റ്റാളേഷനൊന്നും ആളെ കിട്ടാനില്ല. കാരണം കമ്പനിയുടെ സർവീസ് എഞ്ചിനീയർമാർക്ക് ഇത് എത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം അത്രയും കൂടുതലാണ് സെയിൽ നടക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഏറ്റവും ശ്രദ്ധിക്കുക. AC ഒക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ ഈ വീഡിയോ കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അത് വാങ്ങാൻ വേണ്ടി പോകട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.